എല്ലാവർക്കും വിനീത നമസ്കാരം. കലയും സംസ്കാരവും കരുത്തും കൈകോർക്കുന്ന നാട് കണ്ണൂർ. തെയ്യവും തിരയും തോറ്റംപാട്ടും കളരിപ്പയറ്റും കോൽകളിപ്പാട്ടും ഏറ്റുപാടി പെരുമ നിറഞ്ഞ കണ്ണൻ്റെ ഊര് കണ്ണൂരായി എന്നാണ് വയ്പ്. കോട്ടയും കൊട്ടാരവും കരവിരുതും കൊണ്ട് കേരളത്തിനകത്തും പുറത്തും പേരെടുത്ത കണ്ണൂരിൻ്റെ സ്വന്തം പ്രവാസി കൂട്ടായ്മ ഇങ്ങ് പവിഴദ്വീപിൽ കണ്ണൂർ ഡിസ്ട്രിക്ട് പ്രവാസി അസോസിയേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇന്ന് ഈ മനോഹരമായ സായാഹ്നത്തിൽ നമുക്ക് ഏവർക്കും ഗാനാമൃതം എന്ന ഈ ഒരു മ്യൂസിക്കൽ നൈറ്റിലൂടെ ഒന്നിക്കാം. ഏവർക്കും നിറഞ്ഞ മനസ്സോടെ സുസ്വാഗതം. ശ്രീ മനോജ് മയ്യണ്ണൂരിൻ്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ഗാനാമൃതത്തിൽ ആദ്യമായി ഒരു മതമൈത്രി ഗാനമാണ്. അനുഗ്രഹീത ഗായകൻ വിൽസുരാജാണ് ഈ ഒരു ഗാനം നമുക്കായി ആലപിക്കുന്നത്. സ്നേഹപുരസരം നമുക്ക് അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഒപ്പം നമ്മുടെ ഓർക്കസ്ട്ര ടീമിനെയും സ്നേഹപുരസരം ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമ്മളെല്ലാവരും ഒരുപാട് ആകാംക്ഷയോടെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഈ ഒരു ഗാന സന്ധ്യയാണ്. ഇന്നത്തെ ഈ ഒരു രാവിന് മിഴിവേകുന്നത് വിൽസുരാജ് എന്ന ഈ അനുഗ്രഹീത ശബ്ദത്തിൻ്റെ ഉടമ തന്നെയാണ്. ഇന്ത്യക്ക് അകത്തും പുറത്തുമായി 1000-ലധികം വേദികളിൽ അദ്ദേഹം തൻ്റെ പ്രതിഭ തെളിയിച്ചു കഴിഞ്ഞു. മനോഹരമായ നിരവധി ചലച്ചിത്ര ഗാനങ്ങൾ ഇതിനോടകം ആലപിച്ചിട്ടുണ്ട്. ഒട്ടനവധി ചാനൽ പ്രോഗ്രാമുകളിലൂടെ നമുക്ക് ഏവർക്കും സുപരിചിതനാണ് ശ്രീ വിൽസുരാജ്. ഗാനഗന്ധർവനൊപ്പം വേദി പങ്കിടാൻ ഭാഗ്യം സിദ്ധിച്ച ചുരുക്കം ചില കലാകാരന്മാരിൽ ഒരാളാണ് അദ്ദേഹം. അപ്പോൾ നിറഞ്ഞ കൈയടിയോടെ സ്നേഹപുരസരം ശ്രീ വിൽസുരാജിന് നമുക്ക് സ്വാഗതം ആശംസിക്കാം. എനിക്ക് തോന്നുന്നു 5ാമത്തെ തവണയാണ് ബഹ്റൈനിലേക്ക് അല്ലേ, പവിഴദ്വീപിലേക്ക് ചേട്ടൻ എത്തുന്നത്. അപ്പോൾ ഈ സന്തോഷം ഒന്ന് പങ്കുവയ്ക്കാമോ? തീർച്ചയായിട്ടും വളരെയേറെ സന്തോഷമുണ്ട്. ഇങ്ങനൊരു വേദിയിൽ കണ്ണൂർ ജില്ലാ പ്രവാസി അസോസിയേഷൻ്റെ ഈ പ്രോഗ്രാമിൽ എന്നെ ക്ഷണിച്ചതിൽ ഇതിൻ്റെ എല്ലാ മെമ്പേഴ്സിനോടും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടെ കടന്നു വന്നിരിക്കുന്ന, ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുവാൻ കടന്നു വന്നിരിക്കുന്ന നല്ലവരായ കലാ ആസ്വാദകരോടും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ ഈ ഷോ കണ്ടക്ട് ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും ജ്യേഷ്ഠതുല്യം സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട മനോജ് മയ്യന്നൂർ, എല്ലാവരോടും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ഇനി നമുക്ക് ഓരോ പാട്ട് കഴിഞ്ഞ് നമുക്ക് സംസാരിക്കാം. അപ്പോൾ താങ്ക് യു വെരി മച്ച്. ഒരു ഗംഭീര കൈയടി പോരട്ടെ. ശരിക്കും കുറച്ച് ദൂരത്താണ് നമ്മുടെ ഓഡിയൻസ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കയ്യടി ഇത്തിരി ഒന്ന് നല്ല ആഴത്തിലുള്ള കയ്യടി ആണെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ വരെ കേൾക്കാൻ പറ്റൂ. പോരട്ടെ, ഒരു ഗംഭീര കയ്യടി പോരട്ടെ. താങ്ക് യു. അപ്പോൾ ആദ്യ ഗാനത്തിലേക്ക്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും, സോദരദ്വേന വാഴുന്ന മാതൃക സ്ഥാനമാണിത്. പിതാവേ പിതാവേ പാനപാത്രം തിരിച്ചെടുക്കേണമേ. പിതാവേ പിതാവേ
പാനപാത്രം കേണമേ. പിതാവേ പിതാവേ ഈ പാനപാത്രം തിരിച്ചെടുക്കേണമേ. പിതാവേ പിതാവേ ഈ പാനപാത്രം തിരിച്ചെടുക്കേണമേ. നാദാത്മികേ മൂകാംബികേ ആദിപരാശക്തി നീയേ. നാദാത്മികേ ദേവി മൂകാംബികേ ആദിപരാശക്തി നീയേ. അഴലിൻ്റെ ഇരുൾ വന്നു മൂടുന്ന നീകളിൽ കരുണാമയമാക്കൂ. ഹൃദയം സൗവർണികയാക്കൂ. കുടജാദ്രിയിൽ കൂടിക്കൊള്ളും മഹേശ്വരി ഗുണദായിനി സർവശുഭകാരിണി. കാതര ഹൃദയ സരോവര നിറുകയിൽ ഉദയാങ്കുരിയാകൂ. മംഗളം മന്ദ സ്മിതം തൂകൂ. കുടജാദ്രിയിൽ കൂടിക്കൊള്ളും മഹേശ്വരി ഗുണദായിനി സർവശുഭകാരിണി. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ആയിരം കാതമകലെ മായാതെ മക്ക മനസ്സിൽ നിൽപ്പൂ. ലക്ഷങ്ങളെത്തി നമിക്കുന്നതീന അക്ഷയ ജ്യോതിസിൻ പുണ്യഗേഹം സഭാമാർവാമലയുടെ ചോട്ടിൽ സാഫല്യം നേടി തേടിയൊരല്ല. സാഫല്യം നേടി തേടിയൊരല്ല. സാഫല്യം നേടി തേടിയൊരല്ല. താങ്ക് യു. അടുത്ത ഗാനം കൈതപ്പുറം തിരുമേനി രചിച്ച് രവീന്ദ്ര മാഷ് ചിട്ടപ്പെടുത്തിയ കമലദളം എന്ന സിനിമയിലെ ഒരു ഗാനമാണ്. സുമുഹൂർത്തമാ സ്വസ്തി സ്വസ്തി സ്വസ്തി. സൂര്യചന്ദ്രന്മാർക്കിരിപ്പിടമാകുമെൻ രാമസാമ്രാജ്യമേ. ദേവക്കളെ മാമുനിമാരെ സ്നേഹതാരങ്ങളെ സ്വപ്നങ്ങളെ പൂക്കളെ വിടയാകുമീ വേളയിൽ സ്വസ്തി സ്വസ്തി സ്വസ്തി.
സ്വസ്തി. വില്ലൊടിയും മംഗളദുന്ദുഭീനാദവുമായി മിഥിലാപുരിയിൽ മൺകിടാവിൻ രാജകലയുടെ വാമാങ്കമേകിയ കോസല രാജകുമാര സ്വമുഹൂർത്തമാ സ്വസ്തി സ്വസ്തി സ്വസ്തി. ആത്മനിവേദനമറിയാതെ എന്തിനൻ മുദ്രാങ്കുലിയം വലിച്ചെറിഞ്ഞു. ആത്മനിവേദനമറിയാതെ എന്തിനൻ മുദ്രാങ്കുലിയം വലിച്ചെറിഞ്ഞു. രാജചൂടാമണി ചെങ്കോത്തുരും തിളങ്ങെന്തിനു വെറുതെ പതിച്ചു വെച്ചു കോസല രാജകുമാര. എന്നെ ഞാനായി ജ്വലിപ്പിച്ചുണർത്തിയോരഗ്നിയെ പോലും അവിശ്വസിച്ചെങ്കിലും കോസല രാജകുമാര രാജകുമാര എന്നും സങ്കൽപ്പ പാദപത്മങ്ങളിൽ തലകാച്ചു വെച്ചേ ഉറങ്ങിയുള്ളൂ സീത ഉറങ്ങിയുള്ളൂ. പിടിക്കുന്നു പ്രാണന്തിതുമ്പുന്നു ശോകാന്തരാമായണം ദിഗന്ധങ്ങളിൽ മയങ്ങും നിരാശാവാശങ്ങൾ അധർമ്മം നടങ്ങുന്നു മാർത്താണ്ഡ പൗരുഷം രാമശിലയായി കറുത്തു കൽപ്പാന്തവാടിയിൽ. അമ്മേ സർവം സഹയാമമ്മേ രത്നഗർഭയാ അമ്മേ ത്രേതായുഗത്തിൻ്റെ കണ്ണുനീർമുത്തിനെ നെഞ്ചോടു ചേർത്തു പുണർന്നെടുക്കൂ. സുമുഹൂർത്തമാ സ്വസ്തി സ്വസ്തി സ്വസ്തി. ആനന്ദനം ദൊന്തര ആനന്ദനം ധനം ദര ആനന്ദം ധനം ആനന്ദം ധന
தனம் ஆகனும் தனும் ஆகனும் தனும் தனும் ஆகனும் தும் தனும் ஆகனும் தும் தனம் ஆனும் தனும் தும் ஆகனும் தனும் தும் ஆகனும் தும் ஆகனும் தும் Thank you very much. കണ്ണൂർ ഡിസ്ട്രിക്ട് പ്രവാസി അസോസിയേഷൻ സംഘടിപ്പിച്ചിരിക്കുന്ന ഗാനാമൃതത്തിന് ഇത്രയും പ്രൗഢഗംഭീരമായ ഒരു തുടക്കമാണ് നമുക്ക് വിൽസുരാജ് സമ്മാനിച്ചിരിക്കുന്നത്. അപ്പോൾ മനസ്സറിഞ്ഞ് കൈയടിക്കണം കേട്ടോ, അല്ലെങ്കിൽ തന്നെ എല്ലാവരും പറയാറുണ്ട് ഞാനിങ്ങനെ കൈയടിക്കണം പറഞ്ഞ് കൈയടിപ്പിക്കുന്ന ആളാണെന്ന്. അതുകൊണ്ട് ആ ഒരു അപവാദം ഒന്ന് മാറ്റിത്തരണം, ഞാൻ പറയാതെ തന്നെ കൈയടിക്കണം. അത്ര മനോഹരമായിട്ടൊരു ഓപ്പൺ സ്റ്റേജിൽ നിന്ന് പാടുന്നവർക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്, പ്രത്യേകിച്ച് ഈ കാറ്റത്ത്. അപ്പോൾ ആ ശബ്ദത്തിന് കണ്ണ് തട്ടാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഗംഭീര കൈയടി പോരട്ടെ. താങ്ക് യു. പ്രിയമുള്ളവരെ, ഇനി ഒരുപാട് അഭിമാനത്തോടെ സന്തോഷത്തോടെ നമ്മുടെ പവിഴദ്വീപിൻ്റെ പ്രിയങ്കരിയായ ഒരു ഗായികയാണ് ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. വിജിത ശ്രീജിത്ത്. സ്നേഹപുരസ്സരം വിജിതയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഐഡിയ സ്റ്റാർ സിംഗർ ഫെയിമാണ്, അതുപോലെ തന്നെ ഗന്ധർവ സംഗീതം ഫൈനലിസ്റ്റാണ്, ഇന്ത്യൻ വോയിസ് മഴവിൽ മനോരമയിലെ സെമി ഫൈനലിസ്റ്റാണ്. അങ്ങനെ ഇതിലെല്ലാം ഉപരി നമ്മൾ പവിഴദ്വീപിലെ എല്ലാ സംഗീതാസ്വാദകരും ഹൃദയത്തോട് ചേർത്തിരിക്കുന്ന ഗായികയാണ്. സ്നേഹപുരസ്സരം ഗാനാമൃതത്തിലേക്ക് വിജിതയ്ക്ക് സ്വാഗതം. താങ്ക് യു സോ മച്ച്. അപ്പോൾ ആദ്യ ഗാനം ഏതാണ്? നിന്നുകൂരി വരണം. എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു മലപ്പുറംകാരിയാണെങ്കിലും ഇപ്പോൾ ഞാൻ കണ്ണൂരുകാരിയാണ്. കല്യാണം കഴിച്ചത് കണ്ണൂർക്കാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം, കണ്ണൂർ ജില്ലാ പ്രവാസി അസോസിയേഷൻ്റെ ഇങ്ങനെ ഒരു പ്രോഗ്രാമിലേക്ക് എന്നെ ക്ഷണിച്ചതിന് പ്രസിഡൻ്റായ വിനോദേട്ടനോടും പിന്നെ മനോജേട്ടൻ ഡയറക്ടർ മനോജേട്ടനോടും ഇതിൻ്റെ എല്ലാ ഭാരവാഹികളോടും എൻ്റെ നന്ദി പറയാണ്. എല്ലാവരുടെയും സപ്പോർട്ട് വേണം. താങ്ക് യു. നിന്നുകൂരി വർണ്ണം വർണ്ണം ഇസിത്തിട എന്നെ തേടി വരണം വരണം ഒരു കിളി തനിത്തിരുക്ക ഉനക്കെന്ന തവം இருக்க ഇരുവിഴി சிவந்திருக்க இதழ் மட்டும் வெளுத்திருக்க அழகிய ரகுவரனே அனுதினமும் நின்னுகோரி വർണ്ണം വർണ്ണം ഇസിത്തിട എന്നെ ஒரு கிளி தனித்திருக்க உனக்கென்ன தவம் இருக்க
മലയാളികൾ ഒന്നടങ്കം നെഞ്ചേറ്റിയ അതിമനോഹരമായ മറ്റൊരു ഗാനം ഗോപാംഗനെ എന്ന ഗാനവുമായി എത്തുന്നു ശ്രീ ബിൽസുരാജ്. എന്നോടൊപ്പം പ്രിയപ്പെട്ട വിജിതയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഈ മനോജേട്ടൻ ഞാനിപ്പോൾ പരിപാടി കണ്ടക്ട് ചെയ്യുന്ന പറഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. കാരണം വെച്ചാൽ മനേട്ടൻ്റെ പ്രോഗ്രാമിനെല്ലാം നല്ല പാട്ടുകൾ അദ്ദേഹം ഉൾപ്പെടുത്തും. ഇപ്പം നാട്ടിൽ ഞങ്ങൾ 2 പ്രോഗ്രാം ഇപ്പം കഴിഞ്ഞേ ഉള്ളൂ. മനേട്ടൻ്റെ നാട്ടിൽ വടകരയിൽ. എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട് മനേട്ടൻ്റെ കണ്ടക്ടിങ്ങിൽ ഈ പരിപാടിക്ക് പങ്കെടുക്കാൻ കഴിയുന്നത്. നല്ല പാട്ടുകൾ അദ്ദേഹം വിളിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഏറ്റവും ടഫായിട്ടുള്ള പാട്ടുകൾ അദ്ദേഹം തരത്തുള്ളൂ. അതെല്ലാം പാടണമെന്ന് പറഞ്ഞു മനേട്ടൻ പറഞ്ഞത്. ഞാൻ മനേട്ടൻ ആ പാട്ടൊക്കെ എങ്ങനെയാണ്, അവിടെ എങ്ങനെയാണ്, നല്ല ആസ്വാദകരാണ്. ഞാൻ എൻ്റെ കലാഫീൽഡിൽ ഞാൻ ഏറ്റവും കൂടുതൽ മലബാർ ജില്ലയിൽ ഒരു സീസണിൽ പരിപാടിക്ക് പോകുന്ന ഒരാളാണ്. എനിക്ക് പ്രത്യേകിച്ച് അങ്ങേയറ്റം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കൂട്ടം കലാ ആസ്വാദകരാണ് പ്രിയപ്പെട്ട മലബാർ ജില്ലക്കാരെ. വളരെയേറെ സന്തോഷമുണ്ട്. അടുത്ത ഗോപാംഗനെ എന്നൊരു ഗാനമാണ് ഞാൻ പ്രിയപ്പെട്ട വിജിതയും ചേർന്ന് ആലോചിക്കും. വിജിത ആദ്യമായിട്ടാണ് ഞാൻ ഇവിടെ വെച്ച് കാണുന്നത്. ടി വിയിൽ ഐഡിയ ശാസ്ത്രങ്ങൾ പാടുന്ന കണ്ടിട്ടേ ഉള്ളൂ. ഞാനതുപോലെ തന്നെ വളരെയേറെ സന്തോഷമുണ്ട്. നല്ലൊരു ഗായിക ഈ ബെഹറിന് കിട്ടി തന്നെ അങ്ങേയറ്റം സന്തോഷിക്കേണ്ട വലിയൊരു കാര്യമാണ്. നല്ലൊരു ഗായിക ഇവിടെ ബെഹറിനുള്ള ഒരു നിങ്ങൾക്ക് എല്ലാവർക്കും വലിയൊരു അനുഗ്രഹമാണ്. ഇത്രയും നല്ല വാക്കുകൾക്ക് നന്ദി. ഗോപാംഗനേ ഗോപാംഗനേ ആത്മാവിലേ സ്വരമുരളിയിലൊഴുകും സഗമപനി സഗ മഗ സനി സപനി മപഗമപനി സനി പമഗമപ മഗ പമഗ സനി സപ നി സമഗ ആത്മാവിനെ സ്വരമുരളിയിലൊഴുകും സാരംഗയിൽ പാലോലും പരമംഗളകരികേ രാധികേ വരൂ വരൂ നിലാവിൻ പാർവള്ളിയിലാട ഓമനേ വരൂ വരൂ വസന്തം പൂന്തേജോറാറ കരവീരങ്ങളിരിതളിൽ മാകന്ത പൊന്നിലൈ ദാസലോലയാമമാകെ തരളിതമായി ഗോപാംഗനെ ആത്മാവിലെ സ്വരമുരളിയിലൊഴുകും സാരംഗയിൽ പാലോലും പരമംഗളകരേ നീലാംബരി താനാടും വൃന്ദാവനികൾ പൂക്കുമ്പോൾ ഇന്നൻ തോഴി ഹൃദയം കവിയും ഗാനം വീണ്ടും പാടാൻ ഞാൻ കാളിന്തി അറിയുന്ന ശൃംഗാരവേഗങ്ങളിൽ
ഉപ്പാങ്കനെ ആത്മാവിൽ സ്വരമുരളിയിലൊഴുകും സാരംഗയിൽ പാലോരും പരമംഗളകരയേ. മാധവമാസം നിറമേകും യമുന പുളിനം കുളിരുമ്പോൾ മാധവമാസം നിറമേകും യമുന കുളിനം കുളിരുമ്പോൾ ഇന്നൻ തോഴി അകലെ സഖികൾ മുത്തും മലരും തേടുമ്പോൾ ആരോരും അറിയാത്ത കൈവല്യമേകാൻ വരും. ഉപ്പാങ്കനെ ആത്മാവിൽ സ്വരമുരളിയിലൊഴുകും സാരംഗയിൽ പാലോലും പരമംഗളകരയേ. രാധികേ വരൂ വരൂ നിലാവിൻ പാർവള്ളിയിലാട ഓമനേ വരൂ വരൂ വസന്തം പൂന്തേഞ്ചോരാറ കരവീരത്തളിരിതളിൽ മാകന്ത പൊന്നിലൈ ദാസനോലയാമമാകെ തരളിതമായി ഗോപാങ്കനെ ആത്മാവിനീശ്വര മുരളിയിലൊഴുകും താരങ്കയിൽ പാലോടുമെൻവര മംഗളകരയേ. ആ ആ താങ്ക് യു സോ മച്ച്. ഇത്ര നല്ലൊരു ഓർക്കസ്ട്ര, ഇവരെല്ലാം ജോലിക്കാരാണ്. ഇതിനിടയ്ക്ക് ഈ പാട്ടുകളെല്ലാം പഠിച്ച് ഇത്ര വളരെ മനോഹരമായിട്ട് വായിക്കുന്നു. ഇവർക്ക് നിറഞ്ഞൊരു കൈയടി നിങ്ങൾ കൊടുക്കണം. നിങ്ങളെല്ലാവരും ഈ തണുത്ത് മരച്ച പോലെ ഇരിക്കരുത്. നിങ്ങളുടെ ഒരു പ്രോത്സാഹനമാണ് നമുക്കും പാടാനൊരു എനർജി കിട്ടുന്നത്. നിങ്ങളെല്ലാവരുടെയും ആത്മാർത്ഥമായ പ്രോത്സാഹനം പ്രതീക്ഷിക്കും. അടുത്ത കമലഹാസൻ സാറിൻ്റെ ഒരു ഗാനമാണ്. ആദ്യം ഫസ്റ്റ് ഇരുന്ന ആ ഒരു മൂടി നോക്കണം. മൂന്നാം തുറ എന്ന തമിഴ് ചിത്രത്തിൽ നിന്നും കണ്ണേ കലൈമാന് എന്ന ഗാനമാണ്. ഇസൈജ്ഞാനി ഇളയരാജ സാറ് സംഗീതം ചെയ്ത ഒരു ഗാനമാണിത്. കണ്ണേ കലൈമാനി കന്നിമയിലൻ കണ്ടേ നുனை നാനേ. കണ്ണേ കലൈമാനി കന്നിമയിലൻ കണ്ടേ നുனை നാനേ. அந்திப்பகலோனை நான் பார்க்கிறேன், ஆண்டவனை இதைத்தான் கேட்கிறேன். ഓരാരിരോ രാരിരാരോ ഓരാരിരോ. കണ്ണേ കലൈമാനി കന്നിമയിലൻ കണ്ടേ നുனை നാനേ. ஓமை என்றால் ஒரு வகை அமைதி, ஏழை என்றால் அதில் ஒரு அமைதி. நீயோ கிளித்தேடு பொன் பாடும் ஆனந்த குயில் தேடு. ஏனோ தெய்வம் சதி செய்தது, பேரை போல விதி
செய்ததே கண்ணே கலைமானி கன்னிமயிலன கண்டேனுனை நானே அந்திப்பகலோனை நான் பார்க்கிறேன் ஆண்டவனை இதைத்தான் கேட்கிறேன் ராரிராரோ ஓராரிரோ ராரிராரோ ஓராரிரோ காதல் கொண்டே கனவினை வளர்த்தே கண்மணியூனை நான் கருத்தினை நிறைத்தே உனக்கே உயிராய் என்னாலும் என்னை நீ மறவாதே நீ இல்லாமல் எதிரில்மதி நீதானம் என் சந்நிதி சுருமே அக்கியோமி ನನ್ನ ಮುನ್ನಯಕ್ಕೆ ಸಬುರಾದೆ ಜಾರಿ அந்திப்பகலோனை நான் பார்க்கிறேன் ஆண்டவனை இதைத்தான் கேட்கிறேன் ராரிராரோ ஓராரிரோ ராரிராரோ ஓராரிரோ ராரிராரோ ஓராரிரோ ராரிராரோ ஓராரிரோ. ശരിക്കും പാട്ടിൽ അലിഞ്ഞു പോയി എന്ന് പറയാം അല്ലേ? കൈയടിക്കാൻ പോലും നമ്മൾ മറന്നു പോകുന്നു. ഞാൻ നിങ്ങളെ കുറ്റം പറയില്ല, ഞാനും കൈയടിക്കാൻ മറന്നു. അത്ര ശ്രുതിമധുരമായ ആലാപനം. പ്രിയമുള്ളവരെ, അടുത്ത ഗാനവുമായി എത്തുന്നു വിജിത. ஏதேதோ எண்ணம் வளர்த்தேன் உன் கையில் என்னை கொடுத்தேன் நீதானே புன்னகை மன்னன் உன் ராணி நானே
താങ്ക് യു സോ മച്ച്. പ്രിയമുള്ളവരെ, മനോഹരമായ കുറച്ച് ഗാനങ്ങൾ നമ്മൾ ഇതിനോടകം ആസ്വദിച്ചു കഴിഞ്ഞു. ഇനിയും അതിഗംഭീരമായൊരു ലിസ്റ്റാണ് എൻ്റെ കയ്യിലുള്ളത്. ഗാനങ്ങളുമായി ഈ അനുഗ്രഹീത ശബ്ദത്തിൻ്റെ ഉടമകൾ വീണ്ടും എത്തും. ഭാരതം എന്ന സിനിമയിലെ നേരത്തെ പറഞ്ഞ പോലെ മനേട്ടൻ ശ്വാസം മുട്ടിക്കാൻ വേണ്ടിയുള്ളൊരു പരിപാടിയാണ്. ഭാരതം എന്ന സിനിമയിലെ രാമകഥ എന്ന ഗാനം. രാമകഥാഗാനലയം മംഗളമിൽ തമ്പുരുവിൽ പകരുക സാഗരമേ, ശ്രുതിലയ സാഗരമേ, സംഗീതം പാടുകയാ ഹേ രാമാ. കാതരയാ ശാരികയാ സംഗീതം പാടുകയായി വീണ്ടും രാമകഥാഗാനലയം മംഗളമിൽ തമ്പുരുവിൽ പകരുക സാഗരമേ, ശ്രുതിലയ സാഗരമേ. ആരണ്യകാണ്ഡം തേടി സീതാ ഹൃദയം തേങ്ങി, ആരണ്യകാണ്ഡം തേടി സീതാ ഹൃദയം തേങ്ങി, വാത്മീകങ്ങളിൽ ഏതോ താപസമൗനമുണർന്നു വീണ്ടും രാമകഥാഗാനലയം മംഗളമിൽ തമ്പുരുവിൽ പകരുക സാഗരമേ, ശ്രുതിലയ സാഗരമേ. സരി ദരി 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 സരി നി 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 സരി ഗരി രി ഗരി രി ഗരി രി ഗ ഗാഗരി രി ഗാഗരി സരി ഗ മ പദ പ പ പദ പ പ പദ പ പദ നീ നി ദ മദ നി ദ സരി ദ ദരി ദ ദരി ദ സരി ഗാഗരി രി ഗാഗരി മദ നി ഇന്ദ്രധനുസ്സുഖമെട്ടി ദേവകളാദി നാമ ഗംഗയ രാമജയം രഘുരാമജയം ശ്രീഭരതവാക്യമെന്ത് ചൂൾ സോദരവാദക പൂജയിലാത്മപദ പ്രണവം വിടർന്നുലഞ്ഞുലൻ സരയിൽ മന്ത്രമൃതംഗ സരംഗ സുഖം ചരവേഗ ജീവ താളമേ മാരുതിയാ
ധൂപദീപകലയ മന്ത്രയന്ത്ര തന്ത്രകരിതമുണരും സാമഗാനലയോടെ അണയൂ രാമ ശ്രീരാമ രാമ രാമ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇത്ര നല്ല പാട്ടുകളെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട ബഹ്റിനുള്ള നല്ല കലാ ആസ്വാദകരോട് പ്രത്യേകം നന്ദി രേഖപ്പെടുന്നു. വളരെയേറെ സന്തോഷമുണ്ട്. ഈ ഗാനാമൃതം എന്നൊരു പേര് തന്നെ ഇട്ടതിൻ്റെ പിന്നിൽ ഇതാണ് ഉദ്ദേശിക്കുന്നത്. നല്ല കുറേ പാട്ടുകൾ, പഴയ പാട്ടുകൾ നോക്കിയേക്കുക. ഇവിടെ എല്ലാവരും ഒരു 35 വയസ്സിന് മേലോട്ടുള്ള ആൾക്കാരല്ല കൂടുതലും. തീർച്ചയായിട്ടും അവരുടെ പഴയ ഓർമ്മകളൊക്കെ ഒന്ന് അയവിറക്കുക, ഇതൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പ്രത്യേകം ഈ കണ്ണൂർ ജില്ലാ പ്രവാസി അസോസിയേഷനോട് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുന്നു. നിങ്ങളൊരു പരിപാടിക്ക് എനിക്ക് വിളിച്ചതിൽ, കുറേ നല്ല പാട്ട് പാടുവാൻ വിളിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. എന്നെ പ്രിയപ്പെട്ട സത്യേട്ടൻ, വിനോദേട്ടൻ, അങ്ങനെ എല്ലാവരോടും പ്രത്യേകം നന്ദി രേഖപ്പെടുന്നു. സത്യേട്ടനാണ് എൻ്റെ റൂമിൽ കൊണ്ട് എനിക്ക് ആഹാരം തന്നുകൊണ്ട് സത്യേട്ടനെ പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു. ഞാൻ കഞ്ഞിയുടെ ആളാണ്, എനിക്ക് കഞ്ഞിയാണ് ഇഷ്ടം. എല്ലാ ദിവസവും മൂപ്പര് കഞ്ഞിയായിട്ട് എൻ്റെ റൂമിൽ വരും. പ്രിയപ്പെട്ട സത്യേട്ടനോട് പ്രത്യേകം നന്ദി രേഖപ്പെടുന്നു. സത്യേട്ട, താങ്ക് യു വെരി മച്ച്. കൊടുത്ത കഞ്ഞിക്ക് നന്ദി കാണിക്കണമെന്ന് നമ്മൾ പറയാറുണ്ട്. ഞങ്ങൾ വേറെക്കാർ കഞ്ഞി എടുത്തിട്ടാണെങ്കിലും നന്ദി വാങ്ങും, അല്ലേ? അതാണ്. അപ്പോൾ സത്യേട്ട ഒരു സ്പെഷ്യൽ താങ്ക്സ്. ഈ ഒരു ശബ്ദം ഇതുപോലെ കാത്തു സൂക്ഷിക്കാൻ ചിലപ്പോൾ ആ ഒരു കഞ്ഞിയായിരിക്കും സഹായിക്കുന്നത്, അല്ലേ? എന്തായാലും സൂപ്പറായിരുന്നു. നമ്മൾ അധികം ആരും ധൈര്യപ്പെടാത്ത സോങ് സെലക്ഷൻ ആയിരുന്നു. ശരിക്കും ഇപ്പം തന്നെ നമ്മുടെ ഈ ഒരു ഗാനാമൃതം എന്ന പാട്ടിൻ്റെ ഈ ഒരു പാലാഴി എന്ന് പറയാം, ശരിക്കും പേര് അന്വർത്ഥമായി അതിഗംഭീരമായിട്ടുള്ളൊരു തുടക്കം. ഇനിയും അതിമനോഹരമായ, ഞാൻ ഈ സോങ്ങിൻ്റെ ഒരു ലിസ്റ്റ് കണ്ടിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് കേൾക്കാം. പ്രിയമുള്ളവരെ, ഇനി അതിമനോഹരമായൊരു സെമി ക്ലാസിക്കൽ ഡാൻസ് പെർഫോമൻസുമായി എത്തുന്നു നമ്മുടെ പ്രിയപ്പെട്ട ശ്രീനേഷ് മാഷിൻ്റെ ശിഷ്യകൾ നന്ദിത ദീപ, അനന്യ സന്തോഷ്, ജനിയ ജിതിൻ, അർച്ചിത സുജി, ഋഷിക കുമാർ, സ്മൃതി രാജ് കുമാർ, നയോമി ശ്രീജിത്ത്, റോഷ്നിമ റോഷൻ ആൻഡ് ഹിരൺമയി എ നായർ. സ്നേഹപുരസ്സരം ഈ കലാകാരികളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം.
gama gama magari nere mo sa gama gama magari nere mo. Tum 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 tananam 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 tum tum tum. അതിമനോഹരമായ ഈ ഒരു ക്ലാസിക്കൽ ഡാൻസ് പെർഫോമൻസ് നമുക്കായി കാഴ്ചവെച്ച ഈ അനുഗ്രഹീത കലാകാരികൾക്ക് ഹൃദയത്തിൽ നിന്ന് ഒരു നല്ല കൈയടിയേകാം. അതോടൊപ്പം തന്നെ ഇവരെ നൃത്തം ചിട്ടപ്പെടുത്തിയ ശ്രീനേഷ് മാഷിനും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. അടുത്തതായി ഒരു മെഡ്ലി ഫ്യൂഷൻ ഡാൻസ് പെർഫോമൻസ് കാഴ്ചവെക്കാൻ എത്തുന്നു അനാമിക സനോജ്, വേദിക ലിബീഷ്, നിഹാരിക രഞ്ജിത്ത്, ദേവധാര രതീഷ്. കൊറിയോഗ്രാഫി അനാമിക സനോജ്. ஆட்டத்துக்கு ஊரே ஆடுவேன், அதுக்கு ஒரு அடிய போட்டு விடுவோம் அப்படின்ற.
ആൾക്കാരുടെ മനസ്സിൽ കുളിര് കോരുന്ന ഒരു ഐറ്റം ഉണ്ട്. പാടട്ടെ? ആ പാട് പാട്. One, two, three, four, get on the dance floor. 1, 2, 3, 4, get on the dance floor. Booty shake, tap on the hard shoulder. Hit it, body, hit it, gimme, 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 gimme some more. 1, 2, 3, 4, get on the dance floor. Booty shake, tap on the hard shoulder. Hit it, body, hit it, gimme, 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 gimme some more. ಕುರ್ಚಿನಿ ಮಾಡ್ತಾ ಬೇಟಿ ಕುರ್ಚಿನಿ ಮಾಡ್ತಾ ಬೇಟಿ മോനെ രംഗച്ചേട്ടൻ കാണിക്കും എന്ന് പറഞ്ഞാൽ കാണിക്കും. അമ്പാൻ നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ ഇന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ കാലം കാത്ത് വച്ച രക്ഷകനെ സിംഹാരകനെ അണ്ണൻ മീശ വച്ചോരാട്ട പുലി ഇതയം മുന്നോർക്കും തന്നെയാവത്ത് നട്ടച്ചോര കൊണ്ട് ജ്യൂസടിച്ച് സോഡാ സമ്പത്ത് നുടിൽ മതയാനെ നെരുത്തിടും കരുത്ത് ഇവനെ പടച്ചുവിട്ട കടമുണ്ട് ഒരു തകർപ്പൻ പെർഫോമൻസ് തന്നെ നമുക്കായി കാഴ്ചവെച്ച ഈ കൂട്ടുകാർക്ക് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. പ്രിയമുള്ളവരെ, നമ്മൾ ഒഫീഷ്യൽ ഫംഗ്ഷനിലേക്ക് കടക്കുകയാണ്. കണ്ണൂർ ജില്ലയിൽ നിന്നും പവിഴദ്വീപിലെ പ്രവാസികളുടെ കൂട്ടായ്മയായ ബഹ്റൈൻ കണ്ണൂർ ഡിസ്ട്രിക്ട് പ്രവാസി അസോസിയേഷൻ സംഘടിപ്പിച്ചിരിക്കുന്ന ഗാനാമൃതം എന്ന ഈ ഒരു മ്യൂസിക്കൽ നൈറ്റിൽ നമ്മൊരു ചെറിയ ഒരു ഒഫീഷ്യൽ ഫംഗ്ഷനാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 2007 ശ്രീ ഇ അഹമ്മദ് സാഹിബാണ് ഈ ഒരു സംഘടനയ്ക്ക് ഔപചാരികമായി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. 600-ൽ പരം പേർ പങ്കെടുത്ത പ്രൗഢഗംഭീരമായ ആ ഒരു ചടങ്ങിലായിരുന്നു ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെട്ടത്. ഒട്ടനവധി കൾച്ചറൽ പ്രോഗ്രാമുകളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി ജൈത്രയാത്ര തുടരുന്ന സംഘടനയാണ് കണ്ണൂർ ഡിസ്ട്രിക്ട് പ്രവാസി അസോസിയേഷൻ. മറ്റു സംഘടനകളിൽ നിന്നും ഈ സംഘടനയെ വ്യത്യസ്തമാക്കുന്നത് നമ്മുടെ പ്രവാസ ലോകത്ത് ഈ ഒരു പവിഴദ്വീപിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ തങ്ങളുടെ ജന്മനാട്ടിലും ഈ ഒരു സംഘടന ചെയ്തു വരുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ തന്നെയാണ്. കണ്ണൂരിലെ പ്രായമായ മുസ്ലിം അമ്മമാർക്കായുള്ള അത്താണി എന്ന സംഘടനയ്ക്കും കുട്ടികൾക്കായുള്ള ബാലികാ സദനം എന്ന സംഘടനയ്ക്കും പുരുഷന്മാർക്കായുള്ള സാന്ത്വനം എന്ന സംഘടനയ്ക്കും പലപ്പോഴായി അനവധി സഹായങ്ങൾ ഇതിനോടകം ചെയ്തു കഴിഞ്ഞു. ഇപ്പോഴും ഇത്തരത്തിൽ സംഘടിപ്പിക്കുന്ന കൾച്ചറൽ പ്രോഗ്രാമുകൾക്ക് ഒടുവിൽ തങ്ങളുടേതായ രീതിയിൽ സഹായ ഹസ്തം ഏകി വരുന്നു. അതുപോലെ തന്നെ ബഹ്റൈനിലെ കണ്ണൂർ ജില്ലക്കാരും മറ്റ് ജില്ലക്കാർക്കും ഒരുപോലെ ഒട്ടനവധി സഹായങ്ങൾ ഇതിനോടകം ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഇതിനോടകം ചെയ്തു കഴിഞ്ഞു. നിയമസഹായങ്ങളും മറ്റ് അനേകം സാന്ത്വന പ്രവർത്തനങ്ങളും കണ്ണൂർ ഡിസ്ട്രിക്ട് പ്രവാസി അസോസിയേഷൻ്റേതായി ഇതിനോടകം ചെയ്തു പോന്നിരിക്കുന്നു. അങ്ങനെ ബഹ്റൈൻ്റെ സാമൂഹിക സാംസ്കാരിക മണ്ഡലത്തിലെ സജീവ സാന്നിധ്യമായ കണ്ണൂർ ഡിസ്ട്രിക്ട് പ്രവാസി അസോസിയേഷൻ്റെ
2025-26 കാലഘട്ടത്തിലെ പുതിയ കമ്മിറ്റി ഇവിടെ രൂപം കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഈ ഒരു ഒഫീഷ്യൽ ഫംഗ്ഷനിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഇന്ന് നമുക്ക് മുഖ്യ അതിഥികളായി ഇവിടെ ലഭ്യമായിരിക്കുന്നത് ഇന്ത്യൻ സ്കൂളിൻ്റെ ആദരണീയനായ സാരഥി അഡ്വക്കേറ്റ് ബിനു മണ്ണിൽ വർഗീസ്, അതുപോലെ ബഹ്റൈനിൽ മുഖവുരകൾ ഒന്നും തന്നെ ആവശ്യമില്ലാത്ത സാമൂഹ്യ പ്രവർത്തകൻ ശ്രീ സുബൈർ കണ്ണൂർ, അൽമോയ്ദ് ഇന്റർനാഷണൽ അസിസ്റ്റന്റ് മാനേജർ ശ്രീ സന്തോഷ് നമ്പ്യാർ എന്നിവരാണ് നമ്മുടെ മുഖ്യ അതിഥികൾ. ഇവരെ വേദിയിലേക്ക് ആനയിക്കുന്നതിനായി നമ്മുടെ അസോസിയേഷൻ്റെ പ്രസിഡന്റ് ശ്രീ MT വിനോദ് കുമാർ, സെക്രട്ടറി ശ്രീ നിജിൽ രമേശ്, പ്രോഗ്രാം ജനറൽ കൺവീനർ ഹർഷ ശ്രീഹരി, രക്ഷാധികാരി ശ്രീ സത്യശീലൻ, ഇന്റേണൽ ഓഡിറ്റർ ശ്രീ വിനോദ് PP എന്നിവരോട് അഭ്യർത്ഥിക്കുന്നു. ഇന്നത്തെ ഈ ചടങ്ങിൽ സ്വാഗതം ആശംസിക്കുന്നതിനായി ജനറൽ സെക്രട്ടറി ശ്രീ നിജിൽ രമേശിനോട് അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. കണ്ണൂർ ജില്ലാ പ്രവാസി അസോസിയേഷൻ്റെ ഗാനാമൃതം പരിപാടിയുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന നല്ലവരായ കണ്ണൂരിന് പുറത്തുമുള്ള സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ബഹ്റിനിലെ സാമൂഹിക സാംസ്കാരിക രംഗത്ത് 2007 മുതൽ നിറഞ്ഞു നിൽക്കുന്ന സജീവമായി പ്രവർത്തിക്കുന്ന ഒരു അസോസിയേഷനാണ് കണ്ണൂർ ജില്ലാ പ്രവാസി അസോസിയേഷൻ. ഈ അസോസിയേഷൻ്റെ ഈ 2025-2026 കാലഘട്ടത്തിലെ പുതിയ കമ്മിറ്റി നിലവിൽ വന്നിട്ടുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ ജനുവരി മാസത്തിലാണ് നിലവിൽ വന്നത്. ഈ അസോസിയേഷൻ തുടങ്ങിയത് മുതലുള്ള നമ്മുടെ സീനിയർ മെമ്പറുമായിട്ടുള്ള ശ്രീ MT വിനോദ് കുമാറാണ് ഇപ്പോൾ നമ്മുടെ ഈ അസോസിയേഷനെ നയിക്കുന്നത്. കണ്ണൂർ ജില്ലയിലെ നമുക്ക് വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ആദ്യം തന്നെ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ യോഗത്തിൻ്റെ അധ്യക്ഷനും കണ്ണൂർ ജില്ലാ പ്രവാസി അസോസിയേഷൻ്റെ പ്രസിഡൻറ്റുമായ ശ്രീ MT വിനോദ് കുമാറിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതേപോലെ മുഖ്യ അതിഥിയായി ഇവിടെ എത്തിച്ചേർന്ന ആദരണീയനായ ഇന്ത്യൻ സ്കൂളിൻ്റെ ചെയർമാൻ ശ്രീ അഡ്വക്കേറ്റ് ബിനു മണ്ണിലിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതേപോലെ കണ്ണൂരിലെ ഏവർക്കും ബഹ്റിനിൽ സുപരിചിതനായ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യം ശ്രീ സുബൈർ കണ്ണൂരിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി കണ്ണൂർ ജില്ലാ പ്രവാസി അസോസിയേഷൻ്റെ സീനിയർ മെമ്പറും ഇപ്പോഴത്തെ ഇൻറ്റേർണൽ ഓഡിറ്ററുമായ ശ്രീ PP വിനോദിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കണ്ണൂർ ജില്ലാ പ്രവാസി അസോസിയേഷൻ്റെ ഏറ്റവും മുതിർന്ന ശ്രീ സത്യശീലനെ, അദ്ദേഹം നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യ രക്ഷാധികാരിയാണ്, ശ്രീ സത്യശീലനെ കൂടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഈ പരിപാടിയുടെ മെയിൻ സ്പോൺസറായ അൽമോയ്ദ് ഇൻ്റർനാഷണലിൻ്റെ അസിസ്റ്റൻറ്റ് മാനേജറായ ശ്രീ സന്തോഷ് നമ്പ്യാറെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ നമ്മുടെ ഈ 2025-2026 ഈ കമ്മിറ്റിയിൽ കണ്ണൂർ ജില്ലാ പ്രവാസി അസോസിയേഷൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 2 വനിതകൾ ഈ കമ്മിറ്റിയിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. ശ്രീമതി ഹർഷ ശ്രീഹരി, അതേപോലെ സിന്ധു രജനീഷ്. ഇവർ 2 പേരുമാണ് ഈ കമ്മിറ്റിയിലുള്ള എക്സിക്യൂട്ടീവ് മെമ്പറും
ശ്രീ ഹർഷ ശ്രീഹരി അസോസിയേഷൻ്റെ വൈസ് പ്രസിഡൻറ്റും ഈ പ്രോഗ്രാമിൻ്റെ ജനറൽ കൺവീനറുമാണ്. ശ്രീ ഹർഷ ശ്രീഹരിയെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന കണ്ണൂർ ജില്ലാ പ്രവാസി അസോസിയേഷൻ്റെ സീനിയറായിട്ടുള്ള മെമ്പർമാരെ, കുഞ്ഞുങ്ങളെ, സുഹൃത്തുക്കളെ, നിങ്ങൾ ഏവർക്കും ഈ കണ്ണൂർ ജില്ലാ പ്രവാസി അസോസിയേഷൻ്റെ ഗാനാമൃതം പരിപാടിയായ മ്യൂസിക് നൈറ്റിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. അതേപോലെ നമ്മുടെ ഈ യോഗത്തിന് അധ്യക്ഷം വഹിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ശ്രീ MT വിനോദ് കുമാറിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നന്ദി ശ്രീ നിജിൽ രമേശ്. പ്രിയമുള്ളവരെ, ഇന്നത്തെ ഈ ചടങ്ങിൽ അധ്യക്ഷ പ്രസംഗത്തിലേക്കായി ശ്രീ MT വിനോദ് കുമാർ അവർകളെ സ്നേഹപുരസ്സരം സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു മനീഷ. ബഹുമാനപ്പെട്ട അസോസിയേഷൻ്റെ സെക്രട്ടറി നിജിൽ രമേശ്, ഇൻ്റേണൽ ഓഡിറ്റർ ബഹുമാനപ്പെട്ട PP വിനോദ്, ഇന്ത്യൻ സ്കൂളിനെ നയിക്കുന്ന ആദരണീയനായ ബിനു മണ്ണിൽ, എൻ്റെ നാട്ടുകാരൻ, നമ്മുടെ അഭിമാനം സുബേർ കണ്ണൂർ, നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ മുഖ്യ പ്രായോജകരായ അൽമോഡിൻ്റെ പ്രതിനിധി സന്തോഷ് നമ്പ്യാർ, നമ്മുടെ പ്രോഗ്രാമിൻ്റെ ജനറൽ കൺവീനറായ ഹർഷ സ്വീകരി, കണ്ണൂർ അസോസിയേഷൻ്റെ രക്ഷാധികാരി ശ്രീ സത്യശീലൻ, എൻ്റെ മുന്നിലിരിക്കുന്ന മുൻ പ്രസിഡൻറ്റ് റിതിൻ രാജ്, പിന്നെ വലിയൊരു നീണ്ട നിര തന്നെയുണ്ട്. UPPയുടെ ചെയർമാൻ സുരേഷ് സുബ്രഹ്മണ്യം, മൻഷീർ, പെട്ടെന്ന് പേര് മറന്നുപോയ ശ്രീദേവിൻ്റെ എല്ലാം മറന്നുപോയി, അതിൻ്റെ ഇടതുഭാഗത്തിരിക്കുന്നവരെ പേര് മറന്നുപോയി. പിന്നെ ഇന്ത്യൻ സ്കൂൾ ബോർഡ് മെമ്പർ ബിജു മോണി സാറ്, പിന്നെ ബിജു, ജ്യോതിഷ്, പിന്നെ ഒരു കൺഫ്യൂഷൻ, നമ്മളെ സത്യട്ട, അവരുടെ പേരെന്താ, നമ്മളെ ഫയർ ഡിഫൻസിൽ നിങ്ങളീ സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഗോവിന്ദനാട്ടൻ, ജയകുമാർ, എൻ്റെ സഹോദരതുല്യനായ രാജേട്ടൻ, അങ്ങനെ സഹോദരന്മാരെ, നിങ്ങളെ ഓരോരുത്തരെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്തിരിക്കുകയാണ്. നമ്മുടെ MC പറഞ്ഞതുപോലെ 2007 തുടങ്ങിയ സംഘടനയാണ് കണ്ണൂർ ജില്ലാ പ്രവാസി അസോസിയേഷൻ. ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല. കണ്ണൂർ എന്ന് പറഞ്ഞാൽ നമ്മളെ അഭിമാനമാണ്. ഞാൻ മറ്റുള്ള ഡിസ്ട്രിക്റ്റിനേക്കാൾ കണ്ണൂരിനെ, സ്വന്തം നാടിനെ അഭിമാനമായിട്ട് കാണുന്നത് ഒരേ ഒരു കാര്യമാണ്, സ്ത്രീധനമില്ലാത്ത നാട്. വാഗ്ബടാനന്ദ ഗുരുദേവൻ്റെ കർമ്മഭൂമിയായ കണ്ണൂർ. എൻ്റെ ചില സുഹൃത്തുക്കൾ സ്വകാര്യമായിട്ട് പറയാറുണ്ടായിരുന്നു, അവർക്ക് ഒരാൾക്ക് ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ പറയും, എൻ്റെ മകളെ കല്യാണം കണ്ണൂരിൽ വെച്ച് നടത്തണമെന്ന ആഗ്രഹം, പക്ഷെ മകൻ്റെത് തെക്കോട്ട് തന്നെ നടത്തുന്നതാണ് പറഞ്ഞത്. ജയകുമാറിനെ ഉദ്ദേശിച്ചിട്ടല്ല. ഇവിടെ കൂടിയ ഓരോരുത്തരെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. നന്ദി ശ്രീ MT വിനോദ് കുമാർ. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് സരസമായ ഭാഷയിൽ നമ്മുടെ എല്ലാം മനം കവർന്നൊരു പ്രസംഗം. പ്രിയമുള്ളവരെ, ഇനി നമ്മൾ ഒട്ടും വൈകിക്കാതെ തന്നെ നമ്മളുടെ മുഖ്യ ചടങ്ങായിട്ടുള്ള ഉദ്ഘാടന കർമ്മത്തിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ മുഖ്യാതിഥിയായ ശ്രീ ബിനു മണ്ണിൽ വർഗീസ് അവർകളാണ് നമ്മുടെ ഉദ്ഘാടകൻ. അതോടൊപ്പം തന്നെ നമ്മുടെ മറ്റ് വിശിഷ്ടാതിഥികളെ കൂടി ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി സസന്തോഷം ക്ഷണിക്കുന്നു. ഒപ്പം എല്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സിനെയും സ്നേഹപുരസ്സരം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കൺവീനർ ശ്രീ സനോജ് ഭാസ്കരൻ, അദ്ദേഹത്തെ കൂടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഔപചാരികമായ ഉദ്ഘാടനം ഭദ്രദീപം തെളിയിച്ച് ശ്രീ അഡ്വക്കേറ്റ് ബിനു മണ്ണിൽ വർഗീസ് നിർവഹിക്കുന്നു. ഒരു ഗംഭീര കയ്യടി പോരട്ടെ. ഗാനാമൃതത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ നടക്കുന്നത്. ശ്രീ സുബേർ കണ്ണൂർ,
ശ്രീ സന്തോഷ് നമ്പ്യാർ. അടുത്തതായി ഒരു ഫോട്ടോ സെഷനാണ്. അടുത്തതായി 2 മെമൻറ്റോ സമർപ്പണം കൂടിയുണ്ട്. നമ്മുടെ കഴിഞ്ഞ കമ്മിറ്റിയിലെ ശ്രീ മോഹൻദാസ് അസിസ്റ്റന്റ് ട്രഷററായിരുന്നു അദ്ദേഹത്തിനുള്ള ഒരു മെമൻറ്റോ സമർപ്പണമാണ് നൽകുന്നതിനായി സിന്ധു രജനീഷ്, നിലവിലെ കമ്മിറ്റിയിലെ ജോയിൻറ്റ് സെക്രട്ടറിയായ സിന്ധു രജനീഷിനെ ഈ ഒരു മെമൻറ്റോ നൽകുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. ഒപ്പം ശ്രീ മോഹൻദാസ് കൂടി വേദിയിലേക്ക് കടന്നു വരണം. ഒരു നിറഞ്ഞ കയ്യടി നിസ്വാർത്ഥമായ അദ്ദേഹത്തിൻ്റെ ഒരു സേവനത്തിന്. അടുത്തതായി മുൻ മെമ്പർഷിപ്പ് സെക്രട്ടറി ആയിരുന്ന ശ്രീ ഉമേഷിനുള്ള ഒരു മെമൻറ്റോ സമർപ്പണമാണ്. ഇതിനായി ശ്രീ സന്തോഷ്, ഇപ്പോഴത്തെ കമ്മിറ്റിയിലെ വെൽഫെയർ ആൻഡ് ചാരിറ്റി സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ സന്തോഷിനെ സ്നേഹപുരസ്സരം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഈ ഒരു മെമൻറ്റോ ഏറ്റുവാങ്ങുന്നതിനായി ശ്രീ ഉമേഷിനെയും വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ഒരു നല്ല കയ്യടി പോരട്ടെ. താങ്ക് യു. പ്രിയമുള്ളവരെ, നമ്മൾ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം ഇവിടെ പൂർത്തീകരിച്ചു. അടുത്തതായി ഉദ്ഘാടന പ്രസംഗത്തിനായി ഇന്ത്യൻ സ്കൂളിൻ്റെ ആദരണീയനായ ചെയർമാൻ ശ്രീ ബിനു മണ്ണിൽ വർഗീസ് അവരുടെ സ്നേഹപുരസ്സരം ക്ഷണിച്ചുകൊള്ളുന്നു. എത്രയും ആദരണീയനായ അധ്യക്ഷൻ ശ്രീ MT വിനോദ് കുമാർ, മുഖ്യാതിഥികളായി കടന്നു വന്നിരിക്കുന്ന സുബൈർ കണ്ണൂർ, ശ്രീ വിനോദ്, വേദിയിലും സദസ്സിലുമുള്ള കണ്ണൂരിൻ്റെ കുടുംബാംഗങ്ങളെ, മറ്റ് ക്ഷണിക്കപ്പെട്ട അതിഥികളെ, വളരെ സന്തോഷത്തോടു കൂടിയാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുന്നത്. ഈദിൻ്റെയും വിഷുവിൻ്റെയും ആശംസകൾ നേരുന്നതോടൊപ്പം 2 ദിവസം കഴിഞ്ഞ് വരുന്ന ഈസ്റ്ററിൻ്റെ ആശംസയോട് ഞാൻ അഡ്വാൻസായിട്ട് പറയുകയാണ്. എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി ഈ ആഘോഷങ്ങളിലൊക്കെയും പങ്കെടുക്കുമ്പോൾ നാം മറന്നുപോകുന്നതായ 1-2 കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് പ്രവാസ ജീവിതത്തിൽ നമ്മൾ ദീർഘകാലങ്ങളായി അന്യരാജ്യത്ത് നമ്മുടെ സെക്കൻഡ് ഹോം ആയ ബഹ്റിനിലും മറ്റ് സ്ഥലത്തും താമസിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ വളർന്നു വന്ന മൂല്യങ്ങളും നമ്മുടെ ആചാരങ്ങളും നമ്മുടെ അനുഷ്ഠാനങ്ങൾക്കൊക്കെയും വ്യത്യസ്തമായി പലപ്പോഴും നമ്മൾ സാഹചര്യത്തിന് അനുസരിച്ച് കാലങ്ങൾക്കനുസരിച്ച് മാറി ജീവിക്കുന്ന ഒരു പ്രവണത പ്രത്യേകിച്ച് മലയാളികൾക്കുണ്ട്. അത് എല്ലാ ജില്ലയിലും ഉള്ളവർക്കുണ്ട്. കഴിഞ്ഞ 7 വർഷക്കാലമായി ഇന്ത്യൻ സ്കൂളിൻ്റെ ഭരണസാരഥ്യം കഴിഞ്ഞ കമ്മിറ്റിയോടൊപ്പം വഹിക്കുമ്പോഴും ഇപ്പോൾ നിങ്ങളൊക്കെയും തന്ന അഗൈതവുമായ പിന്തുണ കൊണ്ട് ഇന്ത്യൻ സ്കൂളിൻ്റെ ചെയർമാൻ എന്നുള്ള നിലയിൽ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്ന ഈ സമയത്തും പ്രത്യേകമായിട്ട് എനിക്ക് പറയുവാനുള്ളത്, നാം നമ്മുടെ അടുത്ത തലമുറയെക്കുറിച്ച് വളരെ ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്.
പ്രവാസ ജീവിതത്തിൽ അനേക സംഘടനകൾ അനേക നല്ല കാര്യങ്ങൾ ചെയ്യുന്നു. എന്നിരുന്നാലും നാം പലപ്പോഴും എന്താണ് പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് മറന്നു പോവുകയാണ്. ഇന്ന് അനേക കുഞ്ഞുങ്ങളെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ലഹരിയുടേതായ ഒരു പ്രോബ്ലം മാത്രം പറഞ്ഞ് ഞാനിത് അവസാനിപ്പിക്കുകയാണ്. സമയം വളരെ അതിക്രമിച്ചിരിക്കുകയാണ്. എല്ലാ സ്കൂളുകളിലും, പ്രത്യേകിച്ച് കേരളത്തിൽ, നമ്മുടെ മാതൃ സംസ്ഥാനത്ത് അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ ലോകം മുഴുവൻ മാറിക്കൊണ്ടിരിക്കുന്നതിനോടൊപ്പം നമ്മൾ മാറുമ്പോൾ നമ്മുടെ അടുത്ത തലമുറ എവിടെ എത്തും എന്നുള്ള ഒരു വളരെ ദീർഘവീക്ഷണവും ചിന്തയും നമുക്ക് അത്യാവശ്യമാണ്. ഇങ്ങനെയുള്ള ചെറിയ കൂട്ടമായി നമ്മൾ സമ്മേളിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ പരസ്പരം മനസ്സിലാക്കുവാനും അറിയുവാനും പലതരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുവാനുമൊക്കെയും സാധിക്കുമ്പോൾ നാം മറന്നു പോകരുത്, നമ്മുടെ തലമുറ വേറെ ഒരു ഡയറക്ഷനിൽ കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ പറഞ്ഞത് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ ഈ തലമുറയെ, ഈ ജനറേഷനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയില്ല. ഞാനൊരു ചെറിയ കേട്ട ഒരു കഥ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരു കാട്ടിൽ ഒത്തിരി തത്തകളുണ്ടായിരുന്നു. ആ തത്ത വേടൻ വന്ന് തത്തയൊക്കെ പിടിച്ചുകൊണ്ട് പോകുന്ന കണ്ടിട്ട് ഒരു തത്ത മുത്തശ്ശി, നിങ്ങൾ കേട്ട കഥയാണെന്ന് എനിക്ക് തോന്നുന്നത്, ഒരു തത്ത മുത്തശ്ശി മറ്റ് തത്തകളെല്ലാവരെയും വിളിച്ചിട്ട്, ചെറിയ തത്ത കുഞ്ഞുങ്ങളെയും വിളിച്ചിട്ട് പറഞ്ഞു, കാട്ടിൽ വേടൻ വരും, വല വിരിക്കും, അതിൽ ധാന്യങ്ങളൊക്കെ ഇടും. ആ ധാന്യം കൊത്തി തിന്നാൻ വേണ്ടി നിങ്ങൾ പോയാൽ, ആ കൊത്തി തിന്നാൽ നിങ്ങളെ വേടൻ പിടിച്ചുകൊണ്ടുപോകും, വല മുറുക്കി നിങ്ങളെ പിടിച്ചുകൊണ്ടുപോകും. അങ്ങനെ ക്ലാസ് എടുത്തു. ആ ക്ലാസ് വളരെ വിജയകരമായി. പിറ്റേ ദിവസം ഈ തത്തക്കുഞ്ഞുങ്ങളൊക്കെ വീണ്ടും മുത്തശ്ശിയുടെ അടുത്ത് വന്നപ്പോൾ ചോദിച്ചു, ഇന്നലെ ഞാൻ പഠിപ്പിച്ചത് എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, വേടൻ വരും, കാട്ടിൽ വേടൻ വന്നു വല വിരിക്കും, വല വിരിച്ചാൽ അതിൽ ധാന്യങ്ങളിടും, ആ ധാന്യങ്ങൾ കൊത്തി തിന്നാൽ ഞാൻ ആ വലയിൽ അകപ്പെട്ടു പോകും, അങ്ങനെ എന്നെ വേടൻ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. വളരെ സന്തോഷമായി അങ്ങനെ എല്ലാ ദിവസവും ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തു. ഒരു ദിവസം വേടൻ വന്നു, വല വിരിച്ചു, ധാന്യങ്ങളൊക്കെ ഇട്ടു. അപ്പോൾ അടുത്ത മരത്തിൻ്റെ കൊമ്പിലൊക്കെ ഇരുന്നു കൊണ്ട് ഒരു തത്തക്കുഞ്ഞിങ്ങനെ പാടി, അമ്മച്ചി പഠിപ്പിച്ചത്, മുത്തശ്ശി പഠിപ്പിച്ചത് പാടി, എല്ലാവരും ഏറ്റുപാടി. അങ്ങനെ 1-2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ വേടന് മനസ്സിലായി, ഇനിയും ഞാൻ ഈ ട്രിക്ക് ഉപയോഗിച്ചാൽ ഇവരെ പിടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ വേടൻ തൻ്റെ സ്ട്രാറ്റജി ഒന്ന് മാറ്റി. അദ്ദേഹം എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ അതിൽ കുറച്ച് ഫ്രൂട്ട്സ് വെച്ചു. കുറേ ഫ്രൂട്ട്സ് ഈ വലയിൽ വെച്ചു. ഈ വലയിൽ ഫ്രൂട്ട്സ് വെച്ച് കഴിഞ്ഞപ്പോൾ ഈ കുഞ്ഞുങ്ങളൊക്കെ നോക്കിയിരുന്നു. അതിലൊരു വികൃതി കുട്ടി പറഞ്ഞു, മുത്തശ്ശി നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് ധാന്യങ്ങൾ വെച്ചാൽ എടുക്കരുതെന്ന് മാത്രമേ ഉള്ളൂ, ഫ്രൂട്ട്സ് വെച്ചാൽ എടുക്കുന്നതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആ വികൃതി ഒരാൾ ഈ വലയിൽ ചെന്ന് ഈ ഫ്രൂട്ട്സ് കഴിച്ചുകൊണ്ടിരിക്കുക. അത് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ മറ്റുള്ളവർക്കൊക്കെയും ഭയങ്കരമായി കൊതി തോന്നി. ആ കൊതി തോന്നിയപ്പോൾ അവരെന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ എല്ലാവരും പറന്ന് ചെന്ന് ഈ ഫ്രൂട്ട്സ് കഴിക്കാൻ തുടങ്ങി. ആ കഴിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ ഈ വേടൻ ഈ വല വിരിച്ചു, വല മുറുക്കി അവരെ എല്ലാം കൊണ്ടുപോയി. അപ്പോൾ അവർ അതിനകത്തിരുന്നുകൊണ്ട് പറയുകയാണ്, മുത്തശ്ശി പറഞ്ഞ വാക്കുകൾ വീണ്ടും പറയുകയാണ്, വേടൻ വരും, വല വിരിക്കും, ധാന്യങ്ങളൊക്കെയും അതിലിടും, അതിൽ ചെന്ന് ചാടരുത്, പക്ഷേ അതിൽ ചാടിപ്പോയി. ഇതാണ് ഇന്നത്തെ ലോകത്തിൻ്റെ അവസ്ഥ. നമ്മൾ ഈ കുഞ്ഞുങ്ങൾക്ക് 2000 വരെ അല്ല 2015 വരെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത് തന്നെ വീണ്ടും പറഞ്ഞു കൊടുത്താൽ ഒരു മാർഗവുമില്ല. നമ്മൾ പറയേണ്ടതല്ല പറഞ്ഞു കൊടുക്കുന്നത്. ഇന്ന് നേരത്തെ സ്കൂളിൽ ചെന്ന് ഏതെങ്കിലുമൊക്കെ സ്കൂളിൽ പോയാൽ ഒരു ചോക്ലേറ്റ് വാങ്ങിച്ച് കഴിക്കരുത്, അല്ലെങ്കിൽ ജ്യൂസ് കുടിക്കരുതെന്നൊക്കെയാണ് പറയുന്നത്. എന്നാൽ അതിൻ്റെയൊക്കെ കാലം മാറിപ്പോയി.
ഇപ്പോൾ നമ്മൾ പറയേണ്ടതായിട്ടുണ്ട്, MDMA വരുന്നുണ്ട്, അത് വാങ്ങിച്ച് കഴിക്കരുത്, അല്ലെ സ്റ്റാമ്പുണ്ട്, അത് വാങ്ങിച്ച് കഴിക്കരുത്, ചരസ് വരുന്നുണ്ട്, അത് വാങ്ങിച്ച് കഴിക്കരുത് എന്നുള്ള ഒരു വലിയ ദീർഘവീക്ഷണത്തോടുകൂടി മാതാപിതാക്കൾ ഇടപെടേണ്ടതായ കാലം അതിക്രമിച്ചിരിക്കുകയാണ്. ഞാൻ പലപ്പോഴും പല പേരൻസിനെയും കാണുമ്പോൾ അവരോട് പറയാറുണ്ട്, നിങ്ങൾ ഈ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കണം. നിങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ ആർക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കുവാൻ സാധിക്കത്തില്ല. കേവലം 3-4 മണിക്കൂർ മാത്രം അല്ലെങ്കിൽ 5 മണിക്കൂർ മാത്രം സ്കൂളിൽ ടീച്ചേഴ്സിൻ്റെ അടുത്ത് വിടുന്ന ഒരു കുട്ടികൾ തിരികെ വരുമ്പോഴും അവരുടെ യാത്രയിലും അവർ വീട്ടിൽ വന്നു കഴിഞ്ഞും എന്ത് ചെയ്യുന്നു എന്ന് നോക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നില്ല എങ്കിൽ ഈ പാട്ട്, ഈ തത്തമുത്തശ്ശി പറഞ്ഞ പാട്ട് വീണ്ടും നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഈ കാലത്തിനനുസരിച്ച് മാറുവാൻ മാതാപിതാക്കളെ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഈദിൻ്റെയും വിഷുവിൻ്റെയും വരാൻ പോകുന്ന ഈസ്റ്ററിൻ്റെയും എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. എന്നെ വിളിച്ചതിലുള്ള കണ്ണൂർ പ്രവാസി അസോസിയേഷനുള്ള പ്രത്യേകമായ നന്ദിയും ഈ സമയത്ത് ഞാൻ രേഖപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ പേരൻസ് ഒന്നടങ്കം, ഈ സമൂഹം ഒന്നടങ്കം വളരെ ഭീതിയോടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇന്നത്തെ തലമുറയിലെ ഈ ഒരു മാറ്റം. ഞാനും നിങ്ങളും എല്ലാവരും വളരെ ഭയത്തോടെ മാത്രം കാണുന്ന ഈ ഒരു മാറ്റത്തെ വളരെ മനോഹരമായി നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിച്ച ശ്രീ അഡ്വക്കേറ്റ് ബിനു മണ്ണിൽ വർഗീസിന്, ഇന്ത്യൻ സ്കൂളിൻ്റെ ആദരണീയനായ ചെയർമാന് ഹൃദയത്തിൽ നിന്ന് ഒരു നല്ല കയ്യടിയോടെ നമുക്ക് ഐക്യദാർഢ്യം നൽകാം. താങ്ക് യു സർ. അടുത്തതായി കണ്ണൂരിൻ്റെ പ്രിയങ്കരനായ നമ്മുടെ ബഹ്റൈൻ മലയാളികളുടെ പ്രവാസി സമൂഹത്തിൻ്റെ അഭിമാനമായ ശ്രീ സുബൈർ കണ്ണൂരിനെ സ്നേഹപുരസ്സരം ആശംസാ പ്രസംഗത്തിനായി ഞാൻ ക്ഷണിക്കുന്നു. കണ്ണൂർ ജില്ലാ പ്രവാസി അസോസിയേഷൻ്റെ 2025-26 ഭരണസമിതിയുടെ സ്ഥാനാരോഹണമാണ് ഇന്നിവിടെ നടക്കുന്നത്. ആ യോഗത്തിൻ്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട സുഹൃത്ത് വിനോദ് കുമാർ, അതുപോലെ തന്നെ സ്വാഗതം ആശംസിച്ച സെക്രട്ടറി ശ്രീ നിജിൽ രമേശ്, എൻ്റെ മൂത്ത സഹോദരന് തുല്യമായിട്ടുള്ള രാജാട്ടനടക്കമുള്ള ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ആരുടെ പേരും ഇനി പറയുന്നില്ല, എല്ലാവരുടെയും പേര് പറയേണ്ട ആളുകളാണ്. അപ്പം അതുകൊണ്ട് തന്നെ സമയത്തിൻ്റെ പരിമിതി 10 മണിയായി. സാധാരണഗതിയിൽ നമ്മുടെ മറ്റ് കലാപരിപാടികളൊക്കെ അവസാനിക്കേണ്ട സമയമാണ് ഇപ്പം നമ്മുടെ ഒഫീഷ്യൽ ഫങ്ഷൻ നടക്കുന്നത്. എന്തായാലും കണ്ണൂരിനെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മുടെ വിനോദ് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു സുഹൃത്ത്. കാരണം അഭിമാന പുരസ്കാരം നമുക്ക് എവിടെയും പറയാൻ പറ്റും. എനിക്ക് തോന്നുന്ന 1300 കാലഘട്ടത്തിലാണ് ഇബ്നു ബത്തൂത്ത, ലോക സഞ്ചാരിയായ ഇബ്നു ബത്തൂത്ത കണ്ണൂർ ഭാഗത്തെത്തിയത്. കണ്ണൂർ ഇപ്പോൾ വളപട്ടണത്തും ശ്രീകണ്ഠാപുരത്തും ധർമ്മടമൊക്കെ സഞ്ചരിച്ച് അദ്ദേഹത്തിൻ്റെ ലോക നിലവാരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ യാത്രാ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയ ഒരു സ്ഥലമാണ്. അതുകൊണ്ടാണ് മതനിരപേക്ഷതയ്ക്ക് അന്ന് മുതലേ വലിയ മൂല്യമാണ് നമ്മളെല്ലാവരും നൽകിക്കൊണ്ടിരിക്കുന്നത്. ശ്രീമുത്തപ്പനോടായാലും അതുപോലെ തന്നെ സയ്യിദുമാരോടായാലും അതുപോലെ തന്നെ നമ്മുടെ പാപ്പനശ്ശേരി അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളോടും നമ്മൾ വലിയ മമതയാണ് കാണിക്കുന്നത്. അപ്പോൾ കണ്ണൂർക്കാർ നമ്മളെ പുറമേ പോകുമ്പോൾ, തെക്കന്മാർ പോകുമ്പം സ്വാഭാവികമായിട്ടും നമ്മളെ ഒരു ഭീതിയുടെ മുൾമുനയിൽ നിർത്തുന്ന ഒരു പരിപാടിയുണ്ട്. ഓ കണ്ണൂരാണോ ബോംബാണോ എന്നുള്ളത്. അപ്പോൾ കണ്ണൂരിനെ പോലെ വിശാല ഹൃദയർ കേരളത്തിലുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയം തന്നെയല്ലേ. അപ്പോൾ അതുകൊണ്ട് സന്തോഷ് നമ്പ്യാരൊക്കെ ചിരിക്കുന്നുണ്ട്, സത്യം തന്നെയാണ്. കാരണം ഇവിടെ 2007 രൂപീകരിച്ച ഈ ജില്ലാ പ്രവാസി അസോസിയേഷൻ വളരെ നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നു. ഇപ്പോൾ 2025-ലും അത് കൊണ്ടുപോകാൻ കഴിയുന്നു എന്നുള്ളത് തന്നെ ഏറ്റവും ഈ പ്രാദേശികമായിട്ടുള്ള കൂട്ടായ്മകൾക്ക് വലിയ പ്രശ്നമുണ്ട്. കാരണം നമുക്കൊക്കെ സ്വാഭാവികമായിട്ടും സംഘടനാപരമായിട്ടുള്ള ഇപ്പം നമ്മൾ ഒരു സാംസ്കാരിക സംഘടനയ്ക്ക് അപ്പുറത്തേക്ക് ജില്ലകളിലേക്ക് ചുരുങ്ങിയിട്ട് വരുമ്പം ഇപ്പം 2 അഭിപ്രായ വ്യത്യാസം വരും, വേഗം തന്നെ അത് 2-3 പിരിയുന്ന ഒരു കാലഘട്ടം നമുക്ക് ബഹ്റൈനിൽ പറയും. ഞാൻ ബഹ്റൈനിൽ 1989 എത്തുമ്പോൾ ഒരു 10-16 സംഘടനകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പം അത് 250 ഉണ്ട്. അപ്പോൾ എത്രത്തോളം വിഭജനം നടന്നിട്ടുണ്ട് എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ വിഭജനമില്ലാതെ ഏതൊരു പ്രസ്ഥാനത്തെയും നമ്മൾ വ്രണിതഹൃദയരായ ആളുകളെയാണ് നമ്മൾ സമീപിക്കുന്നത്. അപ്പോൾ ആ സമീപനത്തിൽ നമ്മൾ എങ്ങനെയാണ് കൂട്ടിയോജിപ്പിക്കേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ചാണ് ഏത് ഭരണസമിതിയും
ഏത് നേതൃത്വവും ശ്രമിക്കേണ്ടത്. ആ ശ്രമത്തിലൂടെ മാത്രമേ നമുക്ക് കുടുംബത്തെയും സമൂഹത്തെയും വാർത്തെടുക്കാൻ വേണ്ടി കഴിയൂ. ആ വാർത്തെടുക്കലിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ ഈ കമ്മിറ്റിക്കും കഴിയട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിച്ചുകൊണ്ട് മറ്റ് എവിടെയും കിടക്കാതെ നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തും. ചുരുങ്ങിയ വാക്കുകളിൽ അതിഗംഭീരമായ ഒരു പ്രസംഗം. ശ്രീ സുബൈർ കണ്ണൂറിന് ഹൃദയത്തിൽ നിന്നൊരു നല്ല കൈയടി പോരട്ടെ. പ്രിയമുള്ളവരെ, സമയം അതിക്രമിച്ചിരിക്കുന്നു. നമ്മുടെ വേദിയിൽ ഇനിയും വിശിഷ്ടാതിഥികൾ ആശംസകൾ അറിയിക്കുവാനുണ്ട്. എന്നാൽ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു ഞങ്ങൾ പ്രസംഗിക്കുന്നില്ല എന്ന്. അപ്പോൾ ഈ പ്രസംഗിക്കുന്നില്ല എന്നത് ഒരു വലിയ തീരുമാനം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഹൃദയത്തിൽ നിന്ന് ഒരു ഗംഭീര കൈയടി കൊടുക്കാം. വൈകിയ വേളയാണ്. നന്ദി പ്രകാശനത്തിനായി ഞാൻ സ്നേഹപുരസ്സരം ഹർഷ ശ്രീകരിയെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഗാനാമൃതം പ്രോഗ്രാമിൻ്റെ അവസാന ഭാഗമായ വോട്ട് ഓഫ് താങ്ക്സ് ചടങ്ങാണിത്. എനിക്കറിയാം എല്ലാവരും പാട്ട് തുടരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല, ഡയറക്റ്റ് ആ ചടങ്ങിലേക്ക് പോകാം. ആദ്യമായി ബഹ്റിൻ റൂളിംഗ് ഫാമിലിയോട് നന്ദി അറിയിക്കുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ ചീഫ് ഗസ്റ്റ് അഡ്വക്കേറ്റ് ബിനു മണ്ണിൽ വഗീസ് ആൻഡ് സുബൈർ കണ്ണൂർ എന്നിവരോടും ബഹുമാനത്തോടെ നന്ദി അറിയിക്കുന്നു. ഈ ചടങ്ങിന് അധ്യക്ഷത വഹിച്ച പ്രസിഡന്റ് MT വിനോദ് കുമാർ, സെക്രട്ടറി നിജിൽ രമേശ് എന്നിവരോടും ആദരവോടെ നന്ദി അറിയിക്കുന്നു. ഏതൊരു പ്രോഗ്രാമിൻ്റെയും പ്രധാന ഭാഗം സാമ്പത്തികമാണ്. അപ്പോൾ നമ്മുടെ സ്പോൺസേഴ്സിനുള്ള നന്ദിയാണ് അടുത്തതായി. പ്ലാറ്റിനം സ്പോൺസർ ഖത്തർ എഞ്ചിനീയറിംഗ് ലബോറട്ടറി WLL, BKG ഹോൾഡിംഗ് കമ്പനി SPC, അൽമോയ്ദ് ഇൻ്റർനാഷണൽ ഗ്രൂപ്പ്. ഗോൾഡ് സ്പോൺസേഴ്സ് അൽമോയ്ദ് മോട്ടോഴ്സ്, ഫോർഡ്, BFC, അൽ അമൽ ട്രാവൽസ് ടൂർസ് ആൻഡ് കാർഗോ. ചെറുതും വലുതുമായ എല്ലാ സ്പോൺസർഷിപ്പും വളരെ പ്രധാനമാണ്. സമയപരിമിതി കൊണ്ട് മാത്രമാണ് പ്ലാറ്റിനം ആൻഡ് ഗോൾഡ് സ്പോൺസേഴ്സിൻ്റെ പേര് വായിച്ചത്. എല്ലാ സ്പോൺസേഴ്സിനും വളരെ സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ സ്പോൺസർഷിപ്പും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അവരോടും പ്രത്യേക നന്ദി അറിയിക്കുന്നു. അടുത്തതായി നമുക്ക് പബ്ലിസിറ്റിക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്ത ഒഫീഷ്യൽ റേഡിയോ പാർട്ട്ണർ ലൈവ് FM 107.2, നമ്മുടെ ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി ഈ ഒരു നല്ല മൊമെൻറ്റ്സ് ക്യാപ്ചർ ചെയ്യുന്ന ഇമേജ് എക്സ്പ്രസ്, ഹോസ്പിറ്റാലിറ്റി പാർട്ട്ണർ ഡൽമൻ ഇൻ്റർനാഷണൽ ഹോട്ടൽ, ലൈറ്റ് ആൻഡ് സൗണ്ട് സിസ്റ്റം ലൈസൺ ഇവൻറ്റ്സ്, ഇവരോടും സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. നമ്മുടെ ഈ ഇവൻറ്റിൻ്റെ പ്രധാന സക്സസ് നമ്മുടെ പാർട്ട്ണർ ഓറ ആർട്സ് WLL ശ്രീ മനോജ് മയ്യന്നൂർ, അദ്ദേഹത്തോട് KDPയുടെ ഓരോ എക്സിക്യൂട്ടീവ് മെമ്പറിൻ്റെയും ഹൃദയത്തിൽ നിന്ന് പ്രത്യേക നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ ഇവൻറ്റ് എക്സിക്യൂട്ട് ചെയ്തെടുക്കാൻ നമ്മുടെ KDPയുടെ ഓൾ എക്സിക്യൂട്ടീവ് EC മെമ്പേഴ്സ്, പ്രോഗ്രാം കൺവീനർ ശ്രീ സനോജ്, വളണ്ടിയേഴ്സ് ടീം, ലേഡീസ് ഫോറത്തിൽ നിന്നും റിസപ്ഷൻ കമ്മിറ്റിയിലേക്ക് കടന്നു വന്ന നമ്മുടെ ലേഡീസ്, എല്ലാവരോടും സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. ഈ ഒരു പ്രോഗ്രാമിൻ്റെ മെയിൻ പാർട്ട് നമുക്കറിയാം, നമ്മുടെ ഈ മ്യൂസിക്കൽ നൈറ്റ്സ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ പ്രധാന പാർട്ടായ സിംഗേഴ്സ് മിസ്റ്റർ വിൽസരാജ്, വിജിത ശ്രീജിത്ത്, അനുരാജ്, അതുപോലെ തന്നെ ഓർക്കസ്ട്ര ടീം ശ്രീ മനോജ് ആൻഡ് ടീം, ഡാൻസേഴ്സ്, കൊറിയോഗ്രാഫർ സൈനേഷ് മാസ്റ്റർ ആൻഡ് ടീം, അനാമിക സനോജ് ആൻഡ് ടീം, അതുപോലെ നമ്മുടെ ആങ്കർ, സ്നേഹത്തോടെ കൈകാര്യം ചെയ്യുന്ന നമ്മുടെ ആങ്കർ മനീഷയോടും ഹൃദയത്തിൽ നിന്ന് ഒരു പ്രത്യേക നന്ദി അറിയിക്കുന്നു. നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ സക്സസ് ഇതുപോലെ തന്നെ ഇവിടെ കലാ ആസ്വാദകരായി എത്തിയ, നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ ഓരോ ഗസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരോടും വിനീതമായ നന്ദി അഭ്യർത്ഥിക്കുന്നു, നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ മുൻ EC മെമ്പേഴ്സിനോടും നന്ദി അറിയിക്കുന്നു. ഞാൻ ഇതിൽ ആരെയെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം, അവരോടുകൂടി പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. എല്ലാവരും ഈ ഒരു മ്യൂസിക് ഇവൻറ്റ്സിന് വേണ്ടി കാത്തിരിക്കുക എന്നറിയാം. അപ്പോൾ ഇതൊരു നല്ല സംഗീത സായാഹ്നമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് താങ്ക് യു. നന്ദി ശ്രീമതി ഹർഷ ശ്രീഹരി. പ്രിയമുള്ളവരെ, നമ്മുടെ ഔപചാരികമായ ചടങ്ങുകൾ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ മുഖ്യാതിഥികളെ തിരികെ സദസ്സിലേക്ക് അനുഗമിക്കുന്നതിനായി നമ്മുടെ സംഘാടകരോട് അഭ്യർത്ഥിക്കും. ഞാൻ നേരത്തെ മൈക്ക് കയ്യിൽ വെച്ചതിൽ മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു.
ഇവിടെ കണ്ണൂർ ജില്ലക്കാരല്ലാണ്ട് വേറെ എൻ്റെ മോനി സാറടക്കമുള്ള സലാമമ്പാട്ടുമുല്ല അടക്കമുള്ള കുറേ മറ്റ് ജില്ലക്കാരും ഇവിടെ ഉണ്ട്, ബിജു അടക്കം. അപ്പോൾ എന്തായാലും ഈ കണ്ണൂർ ജില്ലാ പ്രവാസി അസോസിയേഷൻ്റെ ഭാരവാഹികളെയും ഇവിടെ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും എൻ്റെ മകൻ്റെ കല്യാണം ജൂലൈ 19 വൈകിട്ട് 6 മണിക്ക് കണ്ണൂർ നായനാർ അക്കാദമിയിൽ വെച്ച് നടക്കുകയാണ്. നിങ്ങളെല്ലാവരെയും ഔദ്യോഗികമായി ക്ഷണിച്ചിരിക്കുന്നു. ഇനി ആരും വിളിച്ചില്ല, രാജേട്ടനടക്കം, രാജേട്ടൻ്റെ ഫാമിലിയിൽ ഇവിടെ ഇരിക്കുന്നുണ്ട്, ഇനി ആരെയും വിളിച്ചില്ല എന്നുള്ള ഒരു പരാതിയും പറയരുത്. ഞാൻ ഒഫീഷ്യലായിട്ട് വിളിച്ചു കഴിഞ്ഞിരിക്കും. ശരിക്കും നമുക്ക് ടിക്കറ്റോട് തരണം അല്ലേ? ശരിക്കും കല്യാണത്തിന് എല്ലാവിധ ആശംസകളും നമുക്ക് അറിയിക്കാം. അടുത്ത ഗാനം വടക്കും നാഥൻ എന്ന സിനിമയിലെ ഒരു ഗാനമാണ്. ഇത് ശ്വാസം പിടിച്ച് എന്നെ എൻ്റെ ഊപ്പാട് വരുന്നത് മനേട്ടൻ ചെക്ക്. ഈ സിനിമയിലെ അതിമനോഹരമായ ഗാനങ്ങളുണ്ട്. അതിലൊരു പാട്ടാണ് ഒരു കിളിപ്പാട്ടു മൂളവേ മറുകിളിയേറ്റു പാടുമോ, ഒരു കിളിപ്പാട്ടു മൂളവേ മറുകിളിയേറ്റു പാടുമോ, മധുവസന്ത മഴ നനഞ്ഞു വരുമോ, ഒരു സ്വരതാരം പോലെ ജപലയമന്ത്രം പോലെ അരികിൽ വരൂ, പറന്നു 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 ഞാൻ, ഒരു കിളിപ്പാട്ടു മൂളവേ മറുകിളിയേറ്റു പാടുമോ, ഒരു കിളിപ്പാട്ടു മൂളവേ മറുകിളിയേറ്റു പാടുമോ. ഈ സിനിമയിലെ ഒരു ഡൂറ്റ് പാട്ടാണ്. അടുത്താണ് ശ്വാസം പിടിച്ച് ഗംഗെ എന്നൊരു ഹരിമുരളീരവം എന്ന ആ ഗാനത്തിന് ശേഷം രവീന്ദ്ര മാഷ് ചില ബ്രീത്ത് എക്സസൈസ് ഉള്ളൊരു പാട്ടാണ് ഗംഗെ എന്നൊരു പാട്ട്. മൂപ്പര് ഏകദേശം അവസാനം ചെയ്ത ആ പാട്ടിലൊരു പാട്ടാണിത്. ചെറിയ വായിക്കട്ടെ. ചെറിയ ചെ ചെ ഹലോ ചെ ഗംഗേ തുടി ഉണരും ത്രിപുട കേട്ടുതുയിരുണർന്നു പാടി എൻ്റെ നടന മണ്ഡപം തുറന്നു ഗംഗേ, തുടിയിൽ ഉണരും ത്രിപുട കേട്ടുതുയിരുണർന്നു പാടി എൻ്റെ നടന മണ്ഡപം തുറന്നു ഇത്രയും ശ്വാസം പിടിച്ചുള്ളൊരു പാട്ടാണ്. ഈ ഓർക്കസ്ട്ര ഞാൻ പറയാൻ വേണ്ടി നിർത്താൻ പറഞ്ഞാണ്. ഈ പാട്ടൊക്കെ ഇദ്ദേഹം ഇവിടെ ജോലി ചെയ്യുന്നൊരു മനുഷ്യനാണ്. ഇത്രയും വളരെ മനോഹരമായിട്ട് ഇദ്ദേഹം ഈ പാട്ട്, സാധാരണ ഫ്ലൂട്ട് മറ്റ് ഓർക്കസ്ട്ര എല്ലാം വേണ്ടതാണ്, പക്ഷേ ഇതെല്ലാം ഇവർ ഈ പാട്ട് കുറച്ച് ദിവസം കൊണ്ട് ചെയ്തതാണ്. ഇവരെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിറഞ്ഞൊരു കൈയ്യടി ഇദ്ദേഹം കൊടുക്കണമെന്ന്. ശ്വാസം ഒന്നും കൂടെ പിടിക്കാൻ ഞാൻ തയ്യാറാണ്, ഒരു കുഴപ്പമില്ല. നിറഞ്ഞൊരു കൈയ്യടി കൊടുക്കണം, ഇത്രയും പോരാ. ഇടുപണിട്ട്
ഗംഗേ തുടിയിൽ ഉണരും ത്രിപുട കേട്ടു തുയിലുണർന്നു പാടി എന്റെ നടന മണ്ഡപം തുറന്നു സൂര്യനാളം ഒരു സ്വരമഴയുടെ മന്ത്ര തീർത്ഥമൊഴുകിയ പുലരീരനുരാഗമാർന്ന ശിവജൈര ശൃംഗമും നേടി വന്ന പുരുഷാർത്ഥ സാരശിവ ഗംഗേ തുടിയിൽ ഉണരും ത്രിപുട കേട്ടു തുയിലുണർന്നു പാടി എന്റെ നടന മണ്ഡപം തുറന്നു ഗംഗേ ഗംഗേ മാംഗല്യമണിക്കുങ്കുമം നിനക്കായി മാറിയ സന്ധ്യ ഒരുക്കി മാംഗല്യമണിക്കുങ്കുമം നിനക്കായി മാറിയ സന്ധ്യ ഒരുക്കി കാക്കൂന്തൽ ചുരുളിടരിക വരവാർത്തിങ്ക തുളസി തിരികെയൊരു ശ്രീരാഗ ശ്രുതിയിടരിക ഒരു വരമൊഴി പാർവതി നീ കാക്കൂന്തൽ ചുരുളിടരിക വരവാർത്തിങ്ക തുളസി തിരികെയൊരു ശ്രീരാഗ ശ്രുതിയിടരിക ഒരു വരമൊഴി പാർവതി നീ പൂനിരാവിനാളും അരളി മരം പോലെ ഗംഗേ തുടിയിൽ ഉണരും ത്രിപുട കേട്ടു തുയിലുണർന്നു പാടി എന്റെ നടന മണ്ഡപം തുറന്നു ഗംഗേ ഗംഗേ ഏകാന്ത പദയാത്രയിൽ മനസ്സിന്റെ മൺകൂടു പിന്നിൽ വെടിഞ്ഞു ഏകാന്ത പദയാത്രയിൽ മനസ്സിന്റെ മൺകൂടു പിന്നിൽ വെടിഞ്ഞു നിൻ പാട്ടിൽ പ്രണയമഴയിലൊരു വെൺപ്രാവൻ ചിറകു കുടയും ഇരു പൊൻതൂവൻ പകലിലെരിയും ഒരു കനലിനു കാവലുമായി നിൻ പാട്ടിൽ പ്രണയമഴയിലൊരു വെൺപ്രാവൻ ചിറകു കുടയും ഇരു പൊൻതൂവൻ പകലിലെരിയും ഒരു കനലിനു കാവലുമായി ഞാൻ തിരഞ്ഞതെന്റെ ജലതീർത്ഥം സൂര്യനാളം ഒരു സ്വരമഴയുടെ മന്ത്ര തീർത്ഥമൊഴുകിയ പുലരി ഒരു രാഗമാർന്ന ശിവജൈര ശൃംഗം നേടി വന്ന പുരുഷാർത്ഥ സാരശിവ ഗംഗേ ഉണരും ത്രിപുട കേട്ടു തുയിലുണർന്നു പാടി എന്റെ നടന മണ്ഡപം തുറന്നു ഗംഗേ ഗംഗേ താങ്ക് യു മനേട്ട, താങ്ക് യു ഓർക്കസ്ട്ര. എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്ത ഗാനം അയാൾ കഥ എഴുതുകയാണ് എന്ന സിനിമയിലെ ഒരു ഗാനമാണ്. മാനെ മലരമ്പൻ വളർത്തുന്ന മാനെ എന്ന ഗാനമാണ്. ഈ സിനിമയിലെ ഒട്ടുമിക്ക എല്ലാ ഗാനങ്ങളും അതിമനോഹരം. ഇതിൽ ഒരു ബേസ് ടോണിലുള്ളൊരു പാട്ടുണ്ട്. ഏതോ മിത്രതൻ പൊന്മയിൽ പേലിയിൽ ഏഴു
വർണ്ണങ്ങളും നീർത്തി തളിരിലെത്തുമ്പിൽ നിന്നുതീരും മഴയുടെ ഏകാന്ത സംഗീതമാ മൃദുപദമോടെ മധുമന്ത്രമോടെ അന്നരികിൽ വന്നോ എന്തേ ഞാനറിഞ്ഞില്ല ഈ ഗാനമൊന്നും മറക്കാൻ കഴിയത്തില്ല. അതുപോലെ കുറേ പാട്ടുകൾ എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാ പാട്ടും പാടാൻ സമയമില്ലാത്തതുകൊണ്ടാണ് മൂപ്പരായിട്ടൊന്നും കേട്ടത്. നക്ഷത്രദീപങ്ങൾ തിളങ്ങി നവരാത്രി മണ്ഡപമൊരുങ്ങി രാജധാനി വീണ്ടും സ്വാതി തിരുനാളിൽ രാജധാനി വീണ്ടും സ്വാതി തിരുനാളിൽ രാജസുരസാഗരത്തിൽ നീരാടി നക്ഷത്രദീപങ്ങൾ തിളങ്ങി നവരാത്രി മണ്ഡപമൊരുങ്ങി ചെമ്പടത്താളത്തിൽ ശങ്കരാഭരണത്തിൽ ചെമ്പൈ വായ്പാട്ടു പാടി ചെമ്പടത്താളത്തിൽ ശങ്കരാഭരണത്തിൽ ചെമ്പൈ വായ്പാട്ടു പാടി വടിവേലു തിരുമുൻപിൽ പണ്ടു കാണിക്ക വെച്ച വയലിൽ ഗൗഡയ്യ ഖ്യാതി നേടി ആനന്ദം ആനന്ദാനന്ദം ജഗദാനന്ദം സംഗീതം ആനന്ദം ആനന്ദാനന്ദം ജഗദാനന്ദം സംഗീതം ഹരി സനി ഭരി സനി ഭമ തഗ്നി സനി ഭമ രി പവ ഹരി സനി ഭരി സനി ഭമ തഗ്നി സനി ഭമ രി ഹരി സനി ഭരി സനി ഭമ സനി ഭമ രി ഹരി സനി ഭരി സനി ഭമ സനി ഭമ രി സനി ഭമ സനി ഭമ രി ഭമ രി സനി ഭമ രി ഭമ രി സരി മ ബനി ആനന്ദം ആനന്ദാനന്ദം ജഗദാനന്ദം സംഗീതം ആനന്ദം ആനന്ദാനന്ദം ജഗദാനന്ദം സംഗീതം 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 മൂപ്പര് മൃദംഗമൊക്കെ ആയിട്ട് വന്ന സ്ഥിതിക്ക് പുള്ളിയെ നമ്മളൊന്ന് ഉപയോഗിക്കണ്ടേ, അതുകൊണ്ട് ഞാൻ പാടിയുന്നു. ഗവനി സഗ രിഗരി 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 ജാനി നിജ പാനി മവ ഗവനി സഗ മമഗരി മഗരി ജരി ജനി ജനി ജ പാനി ദ മത പമ ഗവ മഗരി മഗരി സഗ മഗ പമ മപനി പാനി ജനി സഗ സഗ മാരി സ നീദ പമ ഗരി മലരമ്പൻ വളർത്തുന്ന കന്നിമാനേ മെരുക്കിയ മെരുങ്ങാത്ത കസ്തൂരിമാനേ ഇണക്കിയലിണങ്ങാത്ത മായ പൊന്മാനേ കുറുമ്പിന്റെ കൊമ്പു കുലുക്കുണ ചോലപ്പെന്മാനേ തുള്ളി തുള്ളി തുളുമ്പുന്ന വമ്പുള്ള മാനേ
കാട്ടിലെ മുള്ളുള്ള മെട്ടിൽ ആനിപ്പറമ്പിൽ നിന്നോടി വന്നെത്തിയ മാനേ. പിടിച്ചു കിട്ടും കരണിലെ തടവറയിൽ കോപമോടെ മെല്ലെ മെല്ലെ മാറിടുന്ന മക്കിടാതെ പിടിച്ചു കിട്ടും കരണിലെ തടവറയിൽ കോപമോടെ മെല്ലെ മെല്ലെ മാറിടുന്ന മക്കിടാതെ ആകത്തമ്മ ചാഞ്ഞാലും പരിഭവം ചൊരിഞ്ഞാലും ആകത്തമ്മ ചമഞ്ഞാലും പരിഭവം ചൊരിഞ്ഞാലും നോക്കി നിൽക്കാൻ ദുരസം നിന്നഴക മാനേ. കൊതിച്ചുപോയി കണ്ടു കണ്ടു കൊതിച്ചുപോയി വാതിങ്ക നെഞ്ചിലേറ്റി നീതലോട് സ്വർണ്ണമാണ് കൊതിച്ചുപോയി കണ്ടു കണ്ടു കൊതിച്ചുപോയി വാതിങ്ക നെഞ്ചിലേറ്റി നീതലോട് സ്വർണ്ണമാണ് കടവത്തു കണ്ടാലോ നീ തണ്ടുലഞ്ഞ ചെന്താമര കടവത്തു കണ്ടാലോ നീ തണ്ടുലഞ്ഞ ചെന്താമര തേനുറയും ചെപ്പരിതി പൂവഴക മാനെ 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 മാനേ. മരരമ്പൻ വളർത്തുന്ന കന്നിമാനേ മെരുക്കിയ നീറുങ്ങാത്ത കസ്തൂരി മാനേ ഇണക്കിയ നീളങ്ങാത്തമായ പൊന്മാനേ കുറുമ്പിന്റെ കൊമ്പു കുലുക്കുന്ന ചോലപ്പെൺമാനേ തുള്ളി തുള്ളി തുളുമ്പുന്ന വമ്പുള്ള മാനേ. ഇവിലും കാട്ടിലെ മുള്ളുള്ള മെട്ടിൽ ആനിപ്പറമ്പിൽ നിന്നോടി വന്നെത്തിയ മാനേ മാനേ. താങ്ക് യു. പ്രിയമുള്ളവരെ, അത്ര കണ്ട് ഗായകരൊന്നും മെരുക്കാൻ ധൈര്യപ്പെടാത്ത ഒരു മാനിനെ അതിഗംഭീരമായി മെരുക്കി കയ്യിലെടുക്കുക അനുഗ്രഹീത കലാകാരൻ. ഒരു ഈ കൈയടി പോരട്ടോ, ഒരു നല്ല കൈയടി പോരട്ടെ. താങ്ക് യു. പിന്നെ ഭാഗ്യം പരീക്ഷിക്കാനുള്ള ഒരു സുവർണ അവസരത്തെ നിങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരു 1 BD ഒന്ന് സ്പെൻഡ് ചെയ്താൽ നമ്മുടെ ഒരു തമ്പോല ഗെയിം വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ 4 സുന്ദരി കുട്ടികൾ ഗെയിമിൻ്റെ ഒരു തമ്പോല ബോർഡുമായിട്ട് വരുന്നുണ്ട്. ആ ഒരു ബോർഡ് 1 BD കൊടുത്ത് വാങ്ങുക. അത്യാകർഷകമായിട്ടുള്ള സമ്മാനങ്ങളാണ് അല്ലേ വിനോദേട്ടാ? അപ്പോൾ ഒന്ന്